ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ പേര് സുൽഫത്ത്. വീട് മലപ്പുറം ജില്ലയിലെ തിരൂരിൻ്റെ അടുത്താണ്. ഞാൻ വീട്ടിൽ വെച്ചിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നഷ്റ ഹോം ബൊട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഡെയിലി വെയർ ഡ്രസ്സുകളാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാനൊരു കാരണം, ഞാൻ 2 ആഴ്ചയായിട്ട് യൂട്യൂബിലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എൻ്റെ പ്രൊഡക്റ്റുകൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അൽഹംദുലില്ലാ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടി. ഒരുപാട് ആൾക്കാർ നമ്മളെ പ്രോഡക്റ്റ് വാങ്ങി. അതിനിടയിൽ ചില ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കുക, നിങ്ങൾ എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾ വീടിനടുത്തുള്ള ഒരു റൂമാണോ അതോ വീടിനുള്ളിൽ വെക്കുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരും. അപ്പോൾ എല്ലാ മെസ്സേജിനും എനിക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അൽഹംദുലില്ലാ ഏകദേശം 5 മാസമായി ഞാൻ എൻ്റെ ഈ ഒരു നഷ്റ ഹോം ബൊട്ടിക്ക് പറഞ്ഞൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. 2024 ഡിസംബർ 1-ാം തീയതിയാണ് ഞാൻ ഈ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ അൽഹംദുലില്ലാ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിലിരുന്നിട്ട് എങ്ങനെ നമ്മൾ ഈ ബിസിനസ് ചെയ്യാന്നുള്ള ഈ ചോദ്യത്തിന് എനിക്ക് ഒരു ഉത്തരം എനിക്ക് പറയാനുള്ളൂ. നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഇന്നുണ്ട്. നമ്മൾക്ക് എന്തിനോടാണ്, ഏത് തരം ബിസിനസ്, എനിക്കിങ്ങനെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് ഐറ്റംസ്, അച്ചാർ, പൊരിക്കടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ, അങ്ങനത്തെ ഒരുപാട് മേഖലകളിൽ നമ്മൾക്ക് പല കോഴ്സുകളും നമുക്ക് പഠിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യണം. അധികം ആൾക്കാരും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2.5 വയസ്സുള്ളൊരു മോളുണ്ട്. പിന്നെ വീട്ടിൽ ഹസ്ബൻഡ്, അതിൻ്റെ മൂത്ത 2 കുട്ടികൾ വേറെ ഉണ്ട്. ഒരാൾ 10-ാം ക്ലാസ്സിലാണ്, ഒരാൾ 5-ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ അതിനിടയിൽ 2.5 വയസ്സായൊരു മോളുണ്ട്, പിന്നെ ഉമ്മയുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു വീട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ, 2.5 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ കൂടെ നമ്മൾ വീട്ടുകാര്യങ്ങളും നോക്കണം, അവളെ കാര്യങ്ങളും നോക്കണം. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ ഈ ബിസിനസ്സിന് കസ്റ്റമേഴ്സ്, വീട്ടിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ഓൺലൈനായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്, അത് പാക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇൻകം വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മേഖല ഞാൻ നോക്കി. ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ് പഠിക്കാൻ പോയി, ഫാഷൻ ഡിസൈനിങ്ങിന് നോക്കി, പിന്നെ ഒരു ആയുർവേദ പ്രോഡക്റ്റിൻ്റെ ഒരു സെയിലിന്. ഇതിലൊന്നും എനിക്ക് എൻ്റേതായ ഒരു രീതിയിൽ എനിക്ക് മുന്നോട്ടൊരു കരിയർ സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും, ഫസ്റ്റ് തുടങ്ങണത് തന്നെ ചിലവർക്ക് കണ്ട് ക്ലിക്കാവും, അല്ലെങ്കിൽ 2 3 ചെയ്തിട്ടാവും ചിലപ്പം ക്ലിക്കാവൽ ചില ആളുകൾക്ക്. പക്ഷെ നമ്മുടെ ശ്രമങ്ങൾ ഒരിക്കലും, നമ്മളെ ലക്ഷ്യം എന്താ, നമ്മൾക്കൊരു വരുമാനം വേണമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്ക് അൽഹംദുലില്ലാ ഒരാളെ കൊണ്ട് നല്ലൊരു വരുമാനം നമുക്ക് വേണമെന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. നമുക്ക് ഏത് മേഖലയിലാണ് നമ്മൾക്ക് കഴിവുള്ളതെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങന്നെ. അല്ലാതെ അവർ സഹായിക്കും, ഇവർ സഹായിക്കും, നമ്മൾ അൽഹംദുലില്ലാ എൻ്റെ ഹസ്ബൻഡും നിങ്ങളൊക്കെ ഹസ്ബൻഡ് പോലെ തന്നെ എന്നെ നോക്കാഞ്ഞിട്ടോ എനിക്ക് വേണ്ടത് വാങ്ങി തരാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് നമ്മളെ കയ്യിലൊരു ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകാനും പിന്നെ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾക്കൊക്കെ ഹസ്ബൻഡിനെ സഹായിക്കാനും എല്ലാത്തിനും നമുക്കൊരു സമാധാനമാണ് സത്യം പറഞ്ഞാൽ. ഇന്നത്തെ സാഹചര്യത്തിൽ ഹസ്ബൻഡിനും വൈഫിനും ജോലി ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിലക്കയറ്റം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. ഇനിയിപ്പോൾ നമ്മളെ മക്കൾക്ക് സ്കൂളിലത്തെ കാര്യങ്ങളും സ്കൂൾ തുറന്നാലുള്ള എക്സ്പെൻസുകളും എല്ലാം നമ്മൾക്ക് അറിയുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എന്തിലാണ് കഴിവ് എന്നുള്ളതിൽ ഞാനിത് വീണ്ടും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ചെയ്ത് ഇവരിത് ചെയ്ത് വെച്ചിട്ട് അവർ ചെയ്തതിൽ നമുക്ക് പോവാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തിനോടാണ് താല്പര്യം, അത് ആ ജോലി നമ്മൾ എത്ര സമയം നമ്മളെടുത്താലും, ചിലപ്പോൾ ഉറക്കം ഒഴിച്ചിട്ടൊക്കെ നമ്മളെടുത്താലും നമ്മൾക്ക് അതിനൊരു മടുപ്പ് വരില്ല. പക്ഷെ വേറൊരാൾ നിർബന്ധിച്ചിട്ടാണ് നമ്മൾ ആ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ഇതിപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കണ കാര്യമൊന്നുമല്ല എന്നുള്ളത്. ഇഷ്ടം പോലെ വീട്ടമ്മമാർക്ക്, ഒരുപാട് കഴിവുള്ള വീട്ടമ്മമാർ വീട്ടിലിരിക്കുന്നുണ്ട്.
എത്രയോ ആൾക്കാർ നല്ല നല്ല അടിപൊളി ഫുഡ് നമ്മൾ ചില ഹോട്ടലിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ തോന്നും ഇതിനെക്കാട്ടി സൂപ്പറായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കുമല്ലോ എന്ന്. പക്ഷേ നമ്മളെ ഇതുപോലത്തെ ഒരാൾ തന്നെയായിരുന്നു ഞാനെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിലിരുന്നിട്ട് പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പക്ഷേ നമ്മൾക്ക് ചെയ്യാൻ നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇൻകം വേണം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ഏതാണോ മേഖല അത് തിരഞ്ഞെടുത്ത് നമ്മളങ്ങോട്ട് തുടങ്ങില്ലേ. അല്ലാതെ നമ്മൾക്ക് അവർ സഹായിക്കും ഇവർ സഹായിക്കും എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾക്കൊരു കാര്യമില്ല. ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണം. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ കസ്റ്റമേഴ്സും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സെയിൽ ചെയ്യുന്നത് സാധനം 3 പീസ് ഐറ്റംസാണ്. ലേഡീസിൻ്റെ 3 പീസും പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് കൂടുതൽ പോയിട്ടുള്ളത് കിഡ്സിൻ്റെ ഫ്രോക്ക് ഐറ്റംസും കിഡ്സ് നൈറ്റുമാണ് നമുക്ക് കൂടുതലായിട്ട് ഓൺലൈനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മൾക്ക് ഏതിലാണ് നമ്മളെ കഴിവുകൾ എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഞാനെന്താ ചെയ്യുക, എന്നെക്കൊണ്ട് ഇതിനൊക്കെ പറ്റുമോ, അങ്ങനെ നമ്മൾ നിൽക്കാതെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അൽഹംദുലില്ലാ അതിൽ നമ്മളെ പടച്ചോൻ്റെ നമ്മൾ ആരാധിക്കണ ഏത് ദൈവമാണോ അതിൻ്റെ ഒരു കഴിവ് ഒരു കരുത്ത് നമുക്ക് തരും. ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ ഈ ബിസിനസ് തുടങ്ങിയിട്ട് തളർന്നിട്ട് തന്നെയാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ തുടങ്ങിയ ആ സമയം അപ്പം തന്നെ നമ്മൾ കണ്ട് ക്ലിക്കാവുന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അത് ഏത് ബിസിനസ് ആയാലും നമ്മളെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, അതിനെപ്പറ്റി കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളെ പ്രോഡക്റ്റ് അവിടെ അത്ര വിലക്ക് കിട്ടുന്നുണ്ട് ഇത്ര വിലക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളെ സാധനം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ ആൾക്കാരനെ വീണ്ടും വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സാധനത്തിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൂടെ. ഇപ്പോൾ ഞാൻ ബൊട്ടിക്കായതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് ഇതേ സെയിം കമ്പനി ചിലപ്പോൾ പുറത്ത് കിട്ടും. പക്ഷേ അവിടത്തേനെക്കാട്ടിയും റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവിടെ റെൻറ്റ് കൊടുക്കണം, സാലറി കൊടുക്കണം, ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, ഒരുപാട് ടാക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ എക്സ്പെൻസ് ഒന്നുമില്ല. എന്താണ് കുറച്ച് ടൈം നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരും മടിച്ചിരിക്കാതെ എന്താണ് കഴിവെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് തുടങ്ങുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും വിജയിക്കട്ടെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.